എയർടെലും ജിയോയും ഉപയോഗിക്കുന്നവർ പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നമാണ് അവർ അൺലിമിറ്റഡ് 5G പ്ലാൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ പലപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കെ അവരുടെ 5G നെറ്റ്വർക്ക് മാറിയിട്ട് 4G നെറ്റ്വർക്ക് കണക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ 1.5 GB 2 GB ഒക്കെ ആയിരിക്കും 4G ഡാറ്റ ഉള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ട് ഡാറ്റ തീർന്നു പോകും. ഇനി മൊബൈൽ ഡാറ്റ തീർന്ന ഘട്ടത്തിലാണ് ഈ 4G കണക്റ്റ് ആകുന്നതെങ്കിൽ അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പോൾ എയർടെൽ ജിയോ സിമ്മുകൾ ഉപയോഗിക്കുന്നവർക്ക് 4G നെറ്റ്വർക്ക് മൊബൈലിൽ കണക്റ്റ് ആകാതെ മുഴുവൻ സമയവും 5G നെറ്റ്വർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനുള്ള 2 മെത്തേഡുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 5G മാത്രം ഉപയോഗിക്കാം എന്നുള്ള കാര്യം വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് *#46366# എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് സിം 1 ആണെങ്കിൽ ഫോൺ ഇൻഫർമേഷൻ 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് സിം 2 ആണെങ്കിൽ ഫോൺ ഇൻഫർമേഷൻ 2 ഓപ്പൺ ചെയ്യുക. തുടർന്ന് 5G മാത്രം ലഭിക്കാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എല്ലാവർക്കും ഈ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അല്ലാത്ത ഒരുപാട് മൊബൈൽ ഫോണുകളുണ്ട്. ഇപ്പോൾ ഇത് അങ്ങനെ ഒരു മൊബൈൽ ഫോണാണ്. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ *#*46366 അതിനുശേഷം #*# എന്ന് എൻ്റർ ചെയ്തു. കണ്ടോ, ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ കോഡ് എൻ്റർ ചെയ്തിട്ടും ഞാൻ പറഞ്ഞ ഓപ്ഷൻ ലഭിക്കാത്ത ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡ് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ താഴെ സെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതിന് താഴെ വീണ്ടും സെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോഡ് എൻ്റർ ചെയ്ത് വന്നവർക്കും ആപ്ലിക്കേഷനിലൂടെ വന്നവർക്കും അവസാനം ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, ഈ ഓപ്ഷനിൽ ആദ്യം എന്താണ് ഉള്ളത് എന്ന് നോക്കണം. ഇവിടെ NR LTE GSM WCD MA ആണ് എൻ്റെ കോഡുള്ളത്. ജസ്റ്റ് നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇതേ നെറ്റ്വർക്കിലേക്ക് തന്നെ നമുക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഇത് ഓർത്ത് വെച്ചാൽ മതി. അല്ലാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പിൻ്റെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിരവധി നെറ്റ്വർക്ക് ടൈപ്പുകൾ കാണാം. താഴോട്ടും മുകളിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം NR ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഫോണിൽ സദാസമയവും 5G കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇടയിൽ 4Gയോ 3Gയോ ഒന്നും തന്നെ കടന്നു വരുന്നതല്ല. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതോടെ ചിലർക്ക് ഫോൺ കോളുകൾ വരില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് നിങ്ങൾ NR ഓൺലി സെലക്ട് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് 5G നെറ്റ്വർക്ക് ഉള്ളിടത്ത് മാത്രമേ റേഞ്ച് ലഭിക്കുകയുള്ളൂ. 2Gയോ 4Gയോ ഒക്കെ റേഞ്ചുള്ള ഏരിയയിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കേ ലഭിക്കുന്നതല്ല. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ 5G ഉള്ള ഇടങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കരുത്. അതായത് നിങ്ങൾക്ക് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാനും ഫുൾ ടൈം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ NR ഓൺലി ഉപയോഗിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തതിൽ നിങ്ങൾക്ക് ആ കോഡ് ഉണ്ടാവും. മുമ്പ് നിങ്ങളുടെ നെറ്റ്വർക്ക് എന്തായിരുന്നോ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് 5G മാത്രം ആവശ്യമുള്ള ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.